സ്വദേശ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊഹിമ സിറ്റിയിലേക്കാണ്. നാഗാലാൻഡിൽ ഞങ്ങൾ എത്തിയതിനു ശേഷം പിറ്റേ ദിവസമാണ് ഹോൺബില്ല് എന്ന് പറയുന്ന ഏറ്റവും ബൃഹത്തായ ഈ ഒരു സ്റ്റേറ്റിന്റെ ഫെസ്റ്റിവല് സംബന്ധിക്കുന്നതിന് വേണ്ടിയിട്ടും നോക്കിക്കാണുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു യാത്ര നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷമുള്ള 2ാം ദിനമാണ് ഇത്. ഈ ഒരു ഫെസ്റ്റിവൽ കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഫെസ്റ്റിവൽ നടക്കുന്ന ഡിസംബർ മാസത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. സിറ്റി കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. മനോഹരമായ ധാരാളം കെട്ടിടങ്ങൾ ഇരുവശങ്ങളിലും കാണുവാൻ സാധിക്കും. നാഗാലാൻഡിനെ കുറിച്ച് നാളിതുവരെ ഞാൻ ധരിച്ചു വെച്ചിരുന്ന വിവരണങ്ങൾക്കെല്ലാം വിപരീതമായിരുന്നു കൊഹിമ സിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്പരപ്പോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം പോലും ഞാൻ നടത്തിയിരിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതും മനസ്സിലാക്കിയതും ഒന്നുമല്ല, നേരിട്ട് കണ്ട അനുഭവം പറയുന്നത്. ഇതാ ഇവിടെ നാൽക്കവലിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ല ഒരു സിറ്റി കാഴ്ച തന്നെയാണ് ഈ ഒരു പ്രദേശം എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ബഹുനില കെട്ടിടങ്ങൾ പോലും ഇവിടെയുണ്ട്. വികസനം എങ്ങും എത്താത്ത ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് നാഗാലാൻഡിനെ ഞാൻ മനസ്സിലാക്കിയതും അറിഞ്ഞതും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയുള്ള ഈ 1.5 മണിക്കൂർ യാത്ര മുഴുവനും നല്ല കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ യാത്ര ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ അനുഭവമായതുകൊണ്ട് തീർച്ചയായിട്ടും നിമവെട്ടാതെ ഓരോ ഭാഗവും ഒപ്പിയെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഈ ഒരു കാറിന്റെ ഇൻസൈറ്റ് പിടിച്ചുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈസാറാണ് ഞങ്ങളെ ഈ ഒരു ഫെസ്റ്റിവൽ കാണുവാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നാഗാലാൻഡിൽ വർഷങ്ങളായിട്ട് HM എന്നുള്ള നിലയിൽ ഒരു സ്കൂളിൽ സേവനം ചെയ്തു വരികയാണ് ഫൈസാറ്. പാലാക്കാരനാണ്. അതുകൊണ്ട് തന്നെ പാലാ രൂപതയിൽ നിന്ന് വന്നിരിക്കുന്ന വൈദികരെ കുറിച്ച് നല്ല അഭിപ്രായവും നല്ല സ്നേഹവും വച്ചു പുലർത്തുന്ന ഫൈസാറ് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് നല്ല സ്നേഹ വായ്പോടുകൂടിയാണ് ഈ ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 1.5 മണിക്കൂർ ദൈർഘ്യമുണ്ട് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ വേണ്ടി. സിറ്റിയിൽ നിന്ന് നല്ല ദൂരത്തുള്ള ഒരു മലമുകളിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്തപ്പെടുന്നത്. ഈ ഒരു ഹോൺബില്ല് ഫെസ്റ്റിവൽ കാണുന്നതിന് വേണ്ടി തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ധാരാളം ആളുകൾ വന്നുകൂടുന്ന ഒരു സ്ഥലമാണിത്. നാഗാലാൻഡിന്റെ ടൂറിസം വകുപ്പിന്റെ മറ്റൊരു വരുമാന മാർഗം കൂടിയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഈ ഒരു ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് റോഡുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ഭംഗിയാക്കുവാൻ ഗവൺമെന്റ് തന്നെ തന്ത്രപ്പാട് ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. നല്ല റോഡുകളും നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ബഹുനില കെട്ടിടങ്ങളും ഒക്കെയാണ് നാഗാലാൻഡ് സിറ്റിയിൽ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള കാറുകളുടെ ഉപയോഗം പോലും നോർത്ത് ഈസ്റ്റിലുള്ളവർ വളരെ ധനികരാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എന്റെ ചിന്താധാരകളെല്ലാം മാറ്റിമറിക്കുന്നതായിരുന്നു നാഗാലാൻഡിലേക്കുള്ള എന്റെ പ്രവേശനം എന്ന് പറയുന്നത്. ഏതായാലും നാളിതുവരെ ധരിച്ചു വെച്ച നോർത്ത് ഈസ്റ്റ് ചിന്തകൾ എല്ലാം പാടെ മാറ്റിമറിക്കുന്ന രീതിയിൽ നേർക്കാഴ്ച പോലെ അതും നിയമം ഞാൻ ഒപ്പിയെടുക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻസീറ്റ് ഞാൻ ചോദിച്ചു വാങ്ങിയത്. എങ്കിൽ മാത്രമാണ് വളരെ ഭംഗിയായ രീതിയിൽ ഇതുപോലെ ഒരു വീഡിയോ ചിത്രീകരണം ഈ ഒരു സായാഹ്നത്തിൽ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ദിവസത്തിന്റെ സായാഹ്നത്തിലാണ് ഈ ഒരു യാത്ര ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ പോലും ധാരാളം പ്രോഗ്രാമുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാണുവാനും വീക്ഷിക്കുവാനും ഒക്കെയായിട്ടാണ് വൈകുന്നേരമാണെങ്കിൽ പോലും ഈ ഒരു യാത്ര ഞങ്ങൾ ദീർഘദൂരം നടത്തുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്.
ദീർഘദൂരം യാത്ര ചെയ്ത് ഹോൺബിൽ നടക്കുന്ന ഈ ഒരു മലയുടെ താഴ്വാരത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി എത്രയും വേഗം ഒരു പാർക്കിംഗ് ഏരിയ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. വാഹനം ഉചിതമായ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾ മലയിലേക്ക് കയറുവാൻ.